الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ഭയഭക്തരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ഹജ്ജിനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് നാം. ഈ വർഷം ഹജ്ജിന് പുറപ്പെട്ട ഹജ്ജാജിമാർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിന് പോകാത്ത നമ്മൾ തയ്യാറെടുക്കേണ്ട ചില ഇബാദത്തുകൾ, കർമ്മങ്ങൾ ഉണ്ട്. നാം ജീവിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിലാണ്. നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം, അതുപോലെ തന്നെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, ചൂടാവട്ടെ മഴയാവട്ടെ, ഇതൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹം തന്നെയാണ്. അതുപോലെ നാം ജീവിക്കുന്ന നമ്മുടെ നാട്, സമാധാനമായി ജീവിക്കാൻ കഴിയുന്നത്, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, ഇതെല്ലാം തന്നെ അള്ളാഹുവിൽ നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. നാം ധരിക്കുന്ന വസ്ത്രമാവട്ടെ, നമ്മുടെ ആരോഗ്യമാവട്ടെ, നമ്മുടെ ഏതേത് അനുഗ്രഹങ്ങൾ, അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ലാ തഹ്സുഹ, അത് എണ്ണിത്തിട്ടപ്പെടുത്തുക, എണ്ണിക്കണക്കാക്കുക സാധ്യമല്ല എന്നാണ്. അത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന, അള്ളാഹുവിന് കടപ്പാട് രേഖപ്പെടുത്തുന്ന വിശ്വാസികൾ എത്രയുണ്ട്? വളരെ പരിമിതമാണ്. മനുഷ്യരിൽ വളരെ പരിമിതമാണ്.
വഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. അവൻ അക്രമിയും സത്യനിഷേധിയുമാണ്. മനുഷ്യൻ തീർച്ചയായും അക്രമിയും സത്യനിഷേധിയുമായി മാറിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുകയാണ്. ആലോചിച്ചു നോക്കൂ, ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിക്കുകയാണെങ്കിൽ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അതിനെ ഒന്ന് പിൻവലിച്ചാൽ, കാഴ്ചശക്തി പിൻവലിച്ചാൽ, നടക്കാനുള്ള കാലിൻ്റെ ശക്തി പിൻവലിച്ചാൽ, കൈകളുടെ ശക്തി പിൻവലിച്ചാൽ, ഏതെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രമാത്രം ആണ് അതിൻ്റെ വേദന. കിഡ്നി ഫങ്ഷൻ അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയമാവട്ടെ, അത് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫങ്ഷൻ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിക്കഴിഞ്ഞാൽ, ലക്ഷങ്ങൾ കൊടുത്താൽ ഒരു കിഡ്നി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എന്നിട്ടത് വെച്ചാലോ അത് പരിപൂർണമായ നിലക്ക് നമ്മുടെ സാധാരണ കിഡ്നി പോലെ വർത്തിക്കോ? ഇല്ല. അതിന് വേണ്ട മരുന്നുകളും പോഷണങ്ങളും നൽകിക്കൊണ്ടിരിക്കണം. എല്ലാ പ്രവർത്തനങ്ങളും സാധാരണ ജോലി ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എത്രമാത്രം വില പിടിച്ച, എത്രമാത്രം മൂല്യമേറിയ വസ്തുക്കൾ, അവയവങ്ങളാണ് നാം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ശുക്ർ രേഖപ്പെടുത്തുക, നന്ദിയുള്ളവരാവുക എന്നുള്ളത് വിശ്വാസികളുടെ അനിവാര്യമായ ജീവിത ഘടകമാണ് എന്നർത്ഥം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, വക്കും മിനശ് ശാകിരീൻ, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരിൽ ഉൾപ്പെടുക. അപ്പോൾ എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിന് ശുക്റാണ്. സക്കാത്തായാലും നോമ്പായാലും ഹജ്ജായാലും സദഖയായാലും ഒക്കെ അല്ലാഹുവിനുള്ള ശുക്റാണ്. അതിൻ്റെതായ നിയ്യത്തിൽ, അതിൻ്റെതായ അളവിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ ശുക്റായത് മാറും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശുക്റാണ് അള്ളാഹുവിന് ദബഹ് അർപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിന് ബലി അർപ്പിക്കുക എന്നുള്ളത്, ബലിമൃഗത്തെ അറുക്കുക എന്നുള്ളത് വലിയ ശുക്റാണ്. എന്താണ് ഉലഹിയത്ത്, എന്താണ് ബലി എന്ന് പറഞ്ഞാൽ? മാ യദ്ഹബു മിനൽ ബഹീമത്തിൽ അൻആം, ബഹീമത്തുൽ അൻആമിൽപ്പെട്ട ഒരു മൃഗത്തെ ബലിയെടുക്കലാണ്. അത് ആട്, മാട് വർഗങ്ങളിൽപ്പെട്ട ഒട്ടകം, ഈ വർഗത്തിൽപ്പെട്ട മൃഗത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കലാണ്. ഫി അയ്യാമി തശ്രീഖ്, അയ്യാമു തശ്രീഖിലാണ് ബലിയർപ്പിക്കേണ്ടത്. അയ്യാമു തശ്രീഖ് എന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് 10, 11, 12, 13 ഈ 4 ദിവസങ്ങളിലാണ് ബലിയർപ്പിക്കേണ്ടത്. എങ്ങനെയാണ്? തഖർറുബൻ ഇലല്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി. വഹിയ മിൻ ശആഇരില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഷിആറിൽപ്പെട്ടതാണ്, ചിഹ്നങ്ങളിൽപ്പെട്ടാണ്. വമിൻ ശആഇരിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ചിഹ്നത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ വിധി എന്താണ്? സുന്നത്ത് മുഅക്കദ, മുഅക്കദായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി എല്ലാ വർഷവും ബലി നൽകിയിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിക്കബ്ഷൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആടുകളെയായിരുന്നു ബലി നൽകിയിരുന്നത്. അംലഹൈനി അഖ്റനൈൻ, വളരെ വെളുത്ത, നന്നായിട്ട് വെളുത്ത ആടുകളെയായിരുന്നു. അഖ്റനൈൻ, നല്ല കൊമ്പുള്ള ആടുകളെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലി നൽകിയിരുന്നത്. വസമ്മാ വകബ്ബറ, ബലി അർപ്പിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിയല്ലും അതുപോലെ തന്നെ തക്ബീറും ചൊല്ലുമായിരുന്നു എന്നാണ്. അതുപോലെ ബലി അറുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനുള്ള ശേഷിയുണ്ടായിരിക്കെ ആരെങ്കിലും ബലി അറുക്കാതിരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ വജദ സഅതൻ ഫലം യുലഹി, ബലി അറുക്കാനുള്ള സഅത്ത്, കഴിവ് അവനുണ്ട്, എന്നിട്ട് ഫലം യുലഹി, അവൻ ബലി നൽകില്ല എങ്കിൽ ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. നിസ്കരിക്കാൻ വേണ്ടി, പിന്നെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ, ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയേ, താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, താങ്കൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുക, വൻഹർ, താങ്കൾ ബലിയറുക്കുകയും ചെയ്യുക എന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി സൂചകമായി ശുക്രായിട്ടാണ് ബലി നൽകേണ്ടത് എന്നർത്ഥം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലി അർപ്പിച്ച രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകുന്നു, സ്വപ്നം മുഖേനയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൽപ്പനയുണ്ടാകുന്നത്. നമുക്ക് ആ കൽപ്പന സ്വപ്നത്തിലുള്ള കൽപ്പന നമുക്ക് ബാധകമല്ല, പ്രവാചകന്മാർക്ക് ബാധകമാണ്. കാരണം അവർക്ക് സ്വപ്നവും വഹിയാണ്. ആ സ്വപ്നത്തിലൂടെ ബലി അർപ്പിക്കാൻ വേണ്ടി കൽപ്പന വരുന്നു. ആ കൽപ്പന അനുസരിക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തയ്യാറാകുന്നു.
സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ വേണ്ടിയാണ് കൽപ്പന കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മകനോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഫന്ദുർ മാതാ തറ, എന്താണ് നിന്റെ അഭിപ്രായം? അന്നി അദ്ബഹുക ഫന്ദുർ മാതാ തറ, നിന്നെ ഞാൻ അറുക്കാൻ പോവാണ്, എന്താ നിന്റെ അഭിപ്രായം എന്ന് ഇബ്രാഹിം നബി മകനോട് ചോദിക്കാൻ. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറയാണ്, തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പന താങ്കൾ നിറവേറ്റുക, ഞാൻ അനുസരണമുള്ളവനായിരിക്കും എന്നാണ്. അങ്ങനെ ഫതല്ലഹു ലിൽ ജബീൻ, നെറ്റിത്തടം ചരിച്ചു കിടത്തി. മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നെറ്റിത്തടം ചരിച്ചു കിടത്തി. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ദൂരെയുള്ള തൻ്റെ താമസ സ്ഥലത്തും ദൂരെയുള്ള ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് ബലിയെറുക്കാൻ വേണ്ടി ആയുധമെടുത്തു. അപ്പോൾ യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇബ്രാഹിം എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നു. അങ്ങനെ ബലിമൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുന്നു, ജിബ്രീൽ മുഖേന ഇറക്കി കൊടുക്കുന്നു, അവിടെ വെച്ച് ബലി നൽകുന്നു. അപ്പോൾ ഒരിക്കലും തന്നെ മനുഷ്യബലി അനുവദിച്ചതാണ് ഇസ്ലാം. ഇസ്ലാമിൽ മനുഷ്യബലിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് ഇബ്രാഹിം നബിക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു. ഒരിക്കലും തന്നെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചുവെങ്കിലും അതൊരിക്കലും തന്നെ അത് സംഭവിക്കരുത് എന്നുള്ള തീരുമാനം അള്ളാഹുവിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് ബലിമൃഗത്തെ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. മനുഷ്യനെ ഒരിക്കലും തന്നെ ബലി നൽകാൻ പാടില്ല, അത് മഹാപാതകമാണ്, പാപമാണ്. ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, മനുഷ്യനോട് അനാവശ്യമായിട്ട് ഒരു വാക്ക് പറയാൻ പാടില്ല, ഒരു ആയുധം നീട്ടാൻ പാടില്ല. ഒരു കത്തി വെറുതെ അനാവശ്യമായിട്ട് ഇപ്പന്നെ വെട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി നീട്ടാൻ പോലും പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഒരു ആയുധം നീട്ടാൻ പാടില്ല. അപ്പൊ മനുഷ്യ രക്തത്തിന്, മനുഷ്യ മാംസത്തിന് അത്രമാത്രം പവിത്രതയും വിലയുമുണ്ട് എന്ന് നമ്മളവിടെ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബലിമൃഗത്തെ അറുക്കുകയാണ്. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സന്നദ്ധനാവുന്നു. അപ്പൊ സ്വന്തം ജീവൻ, സ്വന്തം മക്കളുടെ ജീവനും എല്ലാം അല്ലാഹുവിന് വേണ്ടി അർപ്പിക്കാനുള്ള ആ പ്രതിജ്ഞാബദ്ധതയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സ്വപ്ന സാക്ഷാത്കാരത്തിലൂടെ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഒന്ന് ബലിയറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കുക. അതെന്താണ് ഉദ്ദേശശുദ്ധി? തഖർറുബ് ഇലല്ലാഹ്, അള്ളാഹുവിനോട് അടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിന് വേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ 4 അവസ്ഥകൾ, ഒന്ന് ബിസ്മി ചൊല്ലുക എന്നുള്ളത്, 2 ബലിയുടെ 4 അവസ്ഥകളാണ് പറയുന്നത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് ബലിയെറുക്കുക എന്നുള്ളത് അത് വിശ്വാസികൾ ചെയ്യുന്നതാണ്, എന്നാൽ അവിശ്വാസികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ബിസ്മി ഉണ്ട്, പക്ഷേ ഖസ്ദ് തെറ്റാണ്, ഉദ്ദേശം തെറ്റാണ്. അത് ആ ഉദ്ദേശം എന്താണ്? മഹാന്മാരുടെ പേരിൽ ഇറക്കുക എന്നുള്ളത്. മഹാന്മാരുടെ പേരിൽ, ബദരീങ്ങളുടെ പേരിൽ, മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ, മമ്പർത്ത തങ്ങളുടെ പേരിൽ, ഓമനൂർ ഷഹദാക്കളുടെ പേരിൽ ബലിയെറുക്കുക. ആ ബലിയെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഉദ്ദേശമനുസരിച്ച് അത് ശിർക്കാവും ബിദഅത്താവും. ഇപ്പോൾ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ബദരീങ്ങളുടെ പേരിൽ ഇറക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് അടുക്കാൻ, ബദരീങ്ങളോട് അടുക്കാൻ, അതുപോലെ തന്നെ മഹാന്മാരായ ഷഹദാക്കളോട് അടുക്കാൻ, അവരുടെ ഷഫാഅത്ത് കിട്ടാൻ, അവരുടെ ശുപാർശ കിട്ടാൻ, നാളെ പരലോകത്ത് അവർ ഞങ്ങളുടെ സിറാത്തിന്റെ വക്കത്ത് രക്ഷപ്പെടുത്താൻ, അങ്ങനെ അവരുടെ ഒരു തഖർറുബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതെന്തായി? അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന സംഗതിയായി മുർത്തത്തായി മാറും. അതുപോലെ തന്നെ ഉദ്ദേശമനുസരിച്ച് ശിർക്കായി വരും. നേരെ മറിച്ച് അവരെ ഓർക്കാൻ വേണ്ടിയാണെങ്കിലോ, ബദരീങ്ങളെ ഓർക്കാൻ, ബദരീങ്ങൾ അനുസ്മരണം എന്നാണ് പറയാറുള്ളത് സാധാരണ. ബദരീങ്ങൾ ഓർക്കാൻ, മഹാന്മാരെ ഓർക്കാൻ വേണ്ടി, അവർ അനുസ്മരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറക്കുന്നതെന്ന് പറയാറുണ്ട്. എന്നാൽ അതിന്റെ മാതൃക ഇസ്ലാമിലുണ്ടോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? തബഅ താബിഈങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ മാതൃകയില്ലാത്തൊരു പ്രവൃത്തിയാണ് ഇത്, ബിദ്അത്താണ്. ആ ബിദ്അത്ത് വഴി ജനങ്ങൾക്ക്, ചില ആളുകൾക്ക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലവർക്ക് ഷിർക്കിലേക്കുള്ള വഴി നമ്മൾ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ ചില ആളുകൾ അതുവഴി ഷിർക്കും ചെയ്യുന്നു. ചില ആളുകൾ ബിദ്അത്ത് മാത്രമാണ് ചെയ്യുന്നത്, ചില ആളുകൾ ഷിർക്കും ചെയ്യുന്നുണ്ട്. കൃത്യമായി നമ്മൾ സംഗതി മനസ്സിലാക്കണം. അപ്പൊ ഉദ്ദേശമനുസരിച്ചാണ് അവരുടെ ഷിർക്കും ബിദ്അത്തും വരുന്നത്. ഷിർക്ക് വരുന്നത് ഈ മഹാന്മാർ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുമെന്നും നരകത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും, അതുപോലെ തന്നെ ഈ മഹാന്മാരുടെ ഷഫാഅത്ത് കിട്ടുമെന്നും, അവരോട് അടുക്കുക എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഷിർക്ക് കടന്നു വരികയാണ്. അതാണ് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ശാഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്,
ഖാലൽ ഉലമാ, പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ, ഒരു മുസ്ലിം ഒരു മൃഗത്തെ ബലിയറുത്തു, വഖസദ ബിദബീഹതിഹി അത്തഖറബ ബിഹാ ഇലാ ഗൈരില്ലാഹ്, ആ അറവ് വഴി അല്ലാഹു അല്ലാത്തവർക്ക് അടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എങ്കിൽ സാറ മുർത്തദ്ദ, അവൻ മുർത്തദ്ദായി മാറി, ഇസ്ലാം നിന്ന് പുറത്തുപോയി. വദബീഹതുഹു ദബീഹത്തു മുർത്തദ്ദിൻ, അവന്റെ അറവ് മുർത്തദ്ദിന്റെ അറവായി മാറി എന്നാണ്. അപ്പോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ആ അറബ് വഴി എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കും. ഇനി അതിൻ്റെ കുറച്ച് ഷർത്തുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. അഥവാ അറക്കുന്ന വ്യക്തി അവൻ മുസ്ലിമായിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ഷർത്താണ്. രണ്ടാമത്തത്, അതിൽ സ്ത്രീകൾക്ക് അറക്കാം, പുരുഷനും അറക്കാം, സ്ത്രീകൾക്കും അറക്കാം, പുരുഷനും അറക്കാം. അതുപോലെ ബലി അറക്കുന്ന മൃഗം അത് ആണായിരിക്കണമെന്നുള്ള നിബന്ധനയില്ല. പെൺമൃഗമാവാം, പെണ്ണാടാവാം, പെൺ പശുവാവാം, എരുമയാകാം, പെണ്ണൊട്ടകമാകാം. അപ്പോൾ ബലിമൃഗത്തെ പെണ്ണിനെയും ആടിനെയും അറുക്കാം. ഈ ബഹീമത്തുൽ അൻആമിൽപ്പെട്ട മൃഗങ്ങളായിരിക്കണമെന്നർത്ഥം. അതുപോലെ തന്നെ ആണിനും പെണ്ണിനും അറക്കാം. പിന്നെ അതെന്തായിരിക്കണം? അത് ന്യൂനതകളിൽ നിന്ന് മുക്തമായിരിക്കണം. കണ്ണ് കാണാത്തതോ, വലിയ നിരക്കുള്ള മുറിവുകളോ, അതുപോലെ തന്നെ അസുഖം ബാധിച്ചതോ, അതുപോലെ തന്നെ എന്നാൽ ചെറിയ ചെറിയ ന്യൂനതകൾ, ചെറിയ പൊട്ട്, ഒരു ചെറിയ കാതിന് ഒരു ചെറിയ പൊട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ന്യൂനത ഉണ്ട്, അത് പരിഗണിക്കേണ്ടതില്ല. വലിയ ന്യൂനതകൾ, വ്യക്തമായ ന്യൂനതകൾ ഉണ്ടെങ്കിൽ, ഞൊണ്ടലുണ്ടെങ്കിൽ അത്തരം മൃഗങ്ങളെ ബലിയെറുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ അത് അറുക്കേണ്ട ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അയ്യാമുൽ തശ്രീഖിന്റെ ദിവസങ്ങളിലാണ് ആ ദിവസങ്ങളിൽ ബലിയെറുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ബലിമൃഗത്തിൻ്റെ തോലോ എല്ലോ ഒന്നും തന്നെ നമ്മൾ വിൽക്കാൻ പാടില്ല. ബലി മാംസത്തിൽ നിന്ന് കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല. ഇതെല്ലാം തന്നെ നമ്മൾ അതിന് കാശ് നിശ്ചയിച്ചുകൊണ്ട് അത് ദാനമായി ചെയ്യണം. അതായത് എല്ല് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തോലി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെത്രയാണോ വില എങ്കിൽ ആ വില കെട്ടി അത് ദാനം ചെയ്യണം. അതിൽ അങ്ങനെയാണ്, ആ രൂപത്തിലാണ് ബലിമൃഗത്തെ അറുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം. ഇനി ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി, വിശ്വാസികൾക്ക് ബാധ്യതയാണ്. വലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി അവർ നിർവഹിക്കുക എന്നുള്ളത്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിവുള്ളവർ, ആരോഗ്യപരമായി സാമ്പത്തികമായി കഴിവുള്ള ശേഷിയുള്ള ആളുകൾ ഹജ്ജ് ചെയ്യൽ അവർക്ക് നിർബന്ധമാണ്. വമൻ കഫറ ഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, ആരെങ്കിലും നിഷേധിച്ചാൽ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, അത്തരം നിഷേധികളിൽ നിന്ന് അല്ലാഹു എത്രയോ ധന്യനാണ് എന്നർത്ഥം. അപ്പോൾ ഹജ്ജിന് അത്രമാത്രം പവിത്രതയുണ്ട്. ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ അവൻ ഇന്ന് ജനിച്ച കുട്ടിയെപ്പോലെ പരിശുദ്ധനായി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ ഇന്ന് ജനിച്ച കുട്ടിയെപ്പോലെ അവൻ പരിശുദ്ധനായി എന്നാണ്. അപ്പം ഇവിടെ ഈ സൂക്തത്തിൽ വലില്ലാഹി എന്ന പ്രയോഗം ഹജ്ജ് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ 5ാം തൂണാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ 5 കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഒന്ന് ഷഹാദത്ത് കലിമയാണ്. വഇഖാമുസ് സ്വലാത്ത്, നിസ്കാരം നിർവഹിക്കലാണ്. വഇതാഉസ് സകാത്ത്, സകാത്ത് കൊടുക്കലാണ്. വൽ ഹജ്ജു, ഹജ്ജാണ്. വസൗമി റമദാൻ, റമദാൻ നോമ്പനുഷ്ഠിക്കലാണ്. അപ്പോൾ ഈ ഇസ്ലാം കാര്യങ്ങൾ 5 കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, 4ാമത്തെ കാര്യമാണ് ഹജ്ജ് എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്യുന്നു, തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ, അല്ലാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഫഹജ്ജു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. അപ്പോൾ ഹജ്ജിന് പോകാത്തവർക്ക് അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ താക്കീത് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൗകര്യമുണ്ടായിട്ടും ഹജ്ജ് വൈകിപ്പിക്കുന്നതിനെ പണ്ഡിതന്മാർ ഗൗരവത്തോടെയാണ് കണ്ടിട്ടുള്ളത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇപ്രകാരം കാണാൻ സാധിക്കും. ലഖദ് ഹമംതു അൻ അബ്അത റിജാലൻ ഇലാ ഹാദിഹിൽ അംസാർ, ഈ പട്ടണത്തിലേക്ക് ജനങ്ങളെ നിയോഗിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഫയൻദുറു കുല്ലമൻ കാന ലഹു ജിദ്ദ, അങ്ങനെ ആരൊക്കെ കഴിവുള്ള ആളുകൾ, പ്രാപ്തിയുള്ള ആളുകൾ ആരൊക്കെ എന്ന് കണ്ടെത്താൻ വേണ്ടിയും, വലം യഹുജ്ജ, അങ്ങനെ അവർ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിൽ ഫയദ്രിബു അലൈഹിമുൽ ജിസിയ, അവർക്ക് ജിസിയ നിർബന്ധമാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു.
വമാഹും ബിമുസ്ലിമീൻ, വമാഹും ബിമുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല, അവർ മുസ്ലിങ്ങളിൽപ്പെട്ടവരല്ല. അപ്പൊ ജിസിയ എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിക ഭരണമുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അമുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക കരമാണ്, പ്രത്യേക ടാക്സ് ആണ്. ആ ടാക്സ് അവർക്ക് നിർബന്ധമാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു എന്നാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പം അത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ്. ശേഷി ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യാതിരിക്കുക. ഭൂമി ഉണ്ടെങ്കിൽ ഭൂമി വിറ്റിട്ട്, കുറേ ഭൂമി ഉണ്ടാവും, ആ ഭൂമി വിറ്റിട്ടെങ്കിലും നമ്മൾ ഹജ്ജിന് പോകണം. കാരണം അത് നമ്മുടെ ഒരു സ്വത്ത് തന്നെയാണ്, അത് സാമ്പത്തിക ശേഷിയാണ്. അതേപോലെ എന്തൊക്കെ സാമ്പത്തിക ശേഷിയുണ്ട് ആ ശേഷികൾ ഉപയോഗിക്കാൻ നമ്മൾ സന്നദ്ധരാവണം എന്നർത്ഥം. വിശ്വാസികളുടെ തേട്ടമാണ് ഹജ്ജിന് അവസരം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ വിശ്വാസിക്ക് മനസ്സിലുണ്ടാവണം, ഒരു തേട്ടം ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം. അല്ലാഹുവേ ഹജ്ജ് ചെയ്യണമെന്നുള്ള പ്രാർത്ഥന സത്യവിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാവണം. അവസരം ലഭിച്ചവർക്ക് ശരിയായ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവസരം ലഭിച്ചിട്ടില്ലാത്തവർ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിൽ അള്ളാഹു അവസരം ഒരുക്കി തരട്ടെ. അതിനുവേണ്ടി അള്ളാഹു എനിക്ക് അവസരം ഉണ്ടാക്കി തരണം എന്നുള്ള ദുആ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നവരോടും ഹജ്ജിന് അവസരം ലഭിക്കാത്തവരോടും ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഹജ്ജിന്റെ മഹത്വം. ഹജ്ജ് എന്നാൽ വെറുമൊരു യാത്രയല്ല, അത് ആത്മീയമായ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള യാത്രയാണ്. മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫസ് വലം യസ്ഫഖ്, ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്താൽ ഫലം യർഫസ് വലം യസ്ഫഖ്, അവൻ തമ്മാടിത്തമോ മോശമായ പെരുമാറ്റമോ മോശമായ പ്രവർത്തനമോ ഒന്നും അതിലുണ്ടായില്ലെങ്കിൽ റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ ജനിച്ചത് പോലെയാണ്. അവൻ അന്ന് ജനിച്ച ഉമ്മയിൽ ജനിച്ച ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൻ മടങ്ങി വരുന്നു എന്നാണ്. അതുപോലെ ഹജ്ജിനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. വൽ ഹജ്ജു അൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഹജ്ജിനുള്ള പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ്. അതുപോലെ ഏറ്റവും ഉത്തമമായ കർമ്മമാണ് ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഏറ്റവും പുണ്യകരമായ കർമ്മം ഏതാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സുഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. ഖീല, ചോദിക്കപ്പെട്ട സമ്മമാതാ പിന്നെ ഏതാണ്? ഖാലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള സമരമാണ്. ഖീല, ചോദിക്കപ്പെട്ട സമ്മമാതാ പിന്നെ ഏതാണ്? അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് എന്നാണ്. മൂന്നാമതായി പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങളിൽ മൂന്നാമതായി പറഞ്ഞത് ഹജ്ജിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നരകമോചനത്തിനുള്ള വലിയ അവസരം ഹജ്ജിലൂടെ നമുക്ക് കിട്ടുന്നു. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തഖ ലില്ലാഹി ഫീഹി അബദൻ മിനൻ നാർ മിൻ യൗമി അറഫ, അറഫ ദിനത്തെ പോലെ ഒരു ദിനം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിനമില്ല എന്നാണ്. അപ്പൊ അറഫയിൽ നിൽക്കുന്ന ആ നൃത്തത്തിന്റെ ദിനം, അറഫയുടെ ദിനം, അന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ മോചിപ്പിക്കൂ എന്നാണ്. അപ്പൊ അന്ന് സത്യവിശ്വാസികൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നാണ്, ആ സുന്നത്ത് നോമ്പ്. അതുപോലെ തന്നെ ദുൽഹജ്ജ് 1 മുതൽ 9 വരെ സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ള രീതിയുണ്ട്. അത് പുണ്യകരമാണ്. അപ്പൊ അന്ന് എന്തൊക്കെ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇബാദത്ത് ചെയ്യാം. നോമ്പാവാം, ഖുർആൻ പാരായണമാവാം, ദിക്റാവാം, സ്വലാത്താവാം, ദുആവാം. ആ പകല് റമളാന്റെ അവസാനത്തെ 10 രാവും, അതുപോലെ തന്നെ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 പകലും, ആ 10 ദിവസത്തെ പകലും ഏറ്റവും പുണ്യകരമാണ്. വൽ ഫജ്രി വലയാലിൻ അശ്ർ, വൽ ഫജ്രി പ്രഭാതം തന്നെ സത്യം, വലയാലിൻ അശ്ർ 10 ദിനങ്ങൾ തന്നെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 10 ദിനങ്ങളാണ്, ദുൽഹജ്ജിലെ 10 ദിനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അമലുകൾ ചെയ്യാൻ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ഭയഭക്തരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം, അൽ ഹുജ്ജാജു വൽ ഉമ്മാർ വഫ്ദുല്ലാഹി, ഹാജിമാരും അതുപോലെ തന്നെ ഉംറ ചെയ്യുന്നവരും അള്ളാഹുവിൻ്റെ സംഘത്തിൽപ്പെട്ടവരാണ്. ഇൻ ദഅൗഹു,
അജാബഹു, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ ദുആക്ക് അള്ളാഹു ഉത്തരം ചെയ്യും. വഇനിസ്തഗ്ഫിറൂ ഫഗഫറ ലഹും, അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോ ഹജ്ജിന് പോകുന്നവർ, അതുപോലെ ഉംറയ്ക്ക് പോകുന്നവരൊക്കെ ദുആ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവം സത്യവിശ്വാസികൾക്ക് വേണം. അതേപോലെ തന്നെ നമ്മളും ദുആ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ നമ്മളിൽ നിന്നും യാത്ര പോയവരാണ്. ആ യാത്ര പോയവർക്ക് വേണ്ടിയുള്ള അദൃശ്യമായ നിലക്കുള്ള ദുആ, അസാന്നിധ്യത്തിലുള്ള ദുആ, ഒരു മുഅ്മിന് അസാന്നിധ്യത്തിൽ ആരെങ്കിലും ദുആ ചെയ്താൽ ആ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നു എന്നാണ്. അത് ഹജ്ജാജിമാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മൾ അങ്ങനെ ദുആ ചെയ്യണം. മാതാപിതാക്കൾക്കാവട്ടെ, ബന്ധുക്കൾക്കാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്കാവട്ടെ, അവർക്ക് നമ്മുടെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഇല്ലാത്ത സംഗതിയാണ് എന്നാണ് അഹ്ലുൽ സുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞത്. എനിക്ക് ദുആ ആയിരിക്കണം, എന്നെ വേണ്ടി ദുആ ആയിരിക്കണം, എനിക്ക് വേണ്ടി ദുആ ആയിരിക്കണം. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ആയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ആയിരിക്കുക. അവരോട് നമ്മൾ പറയാതെ അവർ നമ്മൾക്ക് വേണ്ടി ദുആ ആയിരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അതല്ല സഹാബത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി ദുആ ആയിരിക്കണമെന്ന് നബി സഹാബത്തിനോട് വസിയത്ത് ചെയ്തിട്ടില്ല, സഹാബത്ത് ഇങ്ങോട്ടും വസിയത്ത് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പം അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ രീതി. അതുകൂടി നമ്മളിവിടെ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാൻ നമ്മൾ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ ലാ തശ്ഫിഖ് ലനാ ബിൻ നാർ വലാ തജ്അൽനാ മിൻ ഖത്ബിൻ നാർ വഇന്നഹാ ബിഇസ്ൽ ദാർ വബിഇസ്ൽ മസ്വാ വബിഇസ്ൽ ഖറാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين برحمتك يا أرحم الراحمين.